ഇന്ന് ഞങ്ങളെ പെണ്ണ് കിടാക്കളെ കാണുന്നില്ലേ? ഞങ്ങളെ ബാല്യക്കാരത്തി കിടാക്കളെ നോക്ക. ഏത് ഉൾസൈഡിലുള്ള റോഡ് പോയി ചുറ്റി നോക്കുമ്പോഴും, ഏത് പുഴ സൈഡിലുള്ള ബ്രിഡ്ജിന്റെ മേലെ കയറിയാലും, ഏത് തെങ്ങും തോപ്പിന്റെ തോട്ടത്തിന്റെ നടുവിലെ പോകുമ്പോഴും 4 പെണ്ണ് കിടാക്ക മൊബൈൽ പിടിച്ചിട്ട് റീൽസ് എടുക്കുന്ന കാണും. ഞാൻ കണ്ടിന്. പക്ഷെ ഇങ്ങനെ പോയി നോക്കനി നോക്കാൻ പോയി ഇനി പാത്താവും ചർച്ച ചെല്ലനും ഒത്തില്ലല്ലോ. അതല്ലേ വലിയ ആവത്ത്. നോക്കം പോയിനല്ല പോകുമ്പോ കണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ അതന്നല്ലേ നിങ്ങൾ നോക്കുമ്പോ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്ത വീഡിയോ സമയത്താ. നിങ്ങൾ ശരിക്കും ഞങ്ങളെ പെണ്ണുകിടാക്കളെ അവരെ സ്വഭാവം ഞാൻ ആക്ഷേപിക്കുന്നതല്ല. അങ്ങനെ ആകേണ്ടവരല്ല ഞങ്ങളെ പെങ്ങള്. ആ നിലക്ക് ജീവിക്കേണ്ടവരല്ല ഞങ്ങളെ മോള്. അവള് നല്ലവളായി, സംസ്കാര സമ്പന്നയായി, മതബോധമുള്ളവളായി, അച്ചടക്കമുള്ളവളായി, നാണവും ചങ്കിയും ലജ്ജയും ഉള്ള പെണ്ണായി ജീവിക്കേണ്ടവളാണ്. മറ്റുള്ളവൾക്ക് മാതൃകയാവേണ്ടവളാണ്. റോൾ മോഡലാള് ആവേണ്ടവളാണ് ഞങ്ങളെ മോള്, ഞങ്ങളെ പെങ്ങള്. അവള് തല തുറന്നിട്ട് സിനിമ ഡാൻസിന് റീൽസ് ഇടേണ്ടവളല്ല. അവൾ യൂട്യൂബ് ചാനലാക്കിയിട്ട് കണ്ടവരെ കൊണ്ടെല്ലാം ലൈക്ക് ഇടിക്കാൻ വേണ്ടി പറയേണ്ടവളല്ല. ആണുങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പില് അഡ്മിനായിട്ട് വരേണ്ടവളല്ല പെണ്ണ്. അന്യപുരുഷന്മാരുമായിട്ടുള്ള സമ്പർക്കമോ സംസാരമോ സ്പർശനമോ പാടില്ല. അത് നിനക്കും പാടില്ല. അവരോട് അവർ മാത്രമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നീയും പോയിട്ട് മെമ്പറാണ്ട. ഇപ്പൊ എല്ലാം കസീൻ അതാറോ ഓട്ടോറിക്ഷയിൽ. ഇന്നലെ നിന്റെ ഒക്കെ ഒരു പെണ്ണ്, പാലക്കാരത്തെ പെണ്ണുണ്ടായി ഇന്നലെ പുത്തൂരിൽ പോകുമ്പോ. അത് ഉസ്താദ് എന്റെ കസീൻ. എന്ത് കസീന്? വലക്ക. എന്ത് കസീന്? ഞങ്ങളുടെ കസീന്. ആരാണ് ഈ കസീന്? കസീൻ എന്ന് പറഞ്ഞാൽ അത് വളരെ ഡേഞ്ചർ ആണ് എന്ന് റസൂലുള്ളാഹി. ജാഗ്രത. എല്ലാം കസീന്. ചങ്ങായി പോന്നോ നേരെ പോന്നെ അടുപ്പിലടക്കുവോ? എന്റെ ഫ്രീ ബ്രോ, നീ പറഞ്ഞ ഉള്ളിൽ തന്നെ എന്ത് കസീൻ? നിന്റെ ഞങ്ങളുടെ കസീന്. ഞങ്ങളുടെ കസീൻ നിന്റെ കസീന്റെ പങ്ങ, നിന്റെ മോള്, നിന്റെ ഉമ്മ, നിന്റെ ഓള്, നിന്റെ മാമി, നിന്റെ ഉമ്മാമ, ഇവര് മാത്രം. ബാക്കി എല്ലാരും കസീനാക്കിയിട്ട് വയ്യോടെ പുത്തൂർ ഹോസ്പിറ്റലിൽ പണിയാവും. ഞാൻ പച്ച മലയാളത്തിൽ ചെന്നില്ല, ഓപ്പൺ സ്റ്റേജാണ്. കസീനാലോ എല്ലാം കസീന്. ദല്ലൂല്ല ബ്രേക്കൂല്ല. പെണ്ണു അങ്ങനെ. നിങ്ങൊന്ന് സി സിക്ക് പോയി നോക്കി. ഞാൻ കുറ്റം ആരുമല്ല. മറ്റോരില്ലേന്ന്, മറ്റോരിരിക്കട്ടെ ഇല്ലാണ്ടിരിക്കട്ടെ, ഞമ്മ അവരെ പറയേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ ജാളിലുള്ള കാട്ടെടുക്കാണ്ട് മറ്റോരുടെ ജാളിലുള്ള ചേറെണ്ണാൻ പോകുന്ന നിയമോ? അല്ലോ ട്രെയിനിലെല്ലാം സുബൈക്കൊന്ന് നോക്കണോ? കാസർഗോഡ്, മാംഗ്ലൂർ, തിരുവനന്തപുരം പോകുന്ന ആ ട്രെയിനിൽ കുർല എക്സ്പ്രസ്സിലാ അതിലൊന്ന് കയറി നോക്ക് നിങ്ങ. അല്ലാ, ഞമ്മളെ പെണ്ണ് ഗോപാലന്റെ മടിയില് ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. അതേ സയ്യിദി സമാൻ, ഒരു നാളെന്റെ സമുദായത്തിന് വരും കേട്ടോ. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു. അന്നെന്റെ സമുദായത്തിന് പേരല്ലാതെ ഇസ്ലാം ഉണ്ടാവേല. ഇരിക്കി എന്നെ നോക്കി, ഇരിക്കി എന്നെ നോക്കി. ഒരു കാലം വരാ, അത് ഇതേ കാലം തന്നെ. അന്നുള്ള കാലത്ത് ജീവിക്കുന്നതാണ് പെണ്ണുങ്ങൾക്ക് ഇസ്ലാമിയത്ത് ഉണ്ടാവേല, ഈമാൻ ഉണ്ടാവേല, നിസ്കാരം നിലപാടുണ്ടാവേല, സംസ്കാരം മര്യാദ അദബ് നാണം ചങ്കി ഉണ്ടാവേല. ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു. ഇസ്ലാമിന്റെ പേര് മാത്രം, നല്ല നല്ല പേര്, അർത്ഥവത്തായ പേര്, നീളം കൂടിയ പേര്. പക്ഷെ ഇസ്ലാമുമായിട്ട് അവൾക്ക് പൊക്കിൾ കൊടി പോലും ബന്ധമില്ല.